ബെഡ് റിഡൻ പേഷ്യൻസിന് എങ്ങനെയായിരിക്കും? അവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. കാരണം സ്റ്റിൽ അവർ ബെഡിൽ തന്നെയാണ്. അവർക്കൊരു എക്സസൈസ് ഇല്ല, ഒന്നുമില്ല. അവർക്ക് എങ്ങനെ നമുക്ക് ഈ ചികിത്സ കൊടുക്കാൻ സാധിക്കും? അത് നമുക്കിപ്പോൾ ബെഡ് റിഡൻ ആവാനുള്ള കാരണങ്ങൾ ആദ്യം നോക്കണമല്ലോ. എന്ത് കണ്ടീഷൻസ് കൊണ്ടാണ്? ചില മോസ്റ്റ് പ്രോബബ്ലി ന്യൂറോ മസ്കുലർ പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റ് സ്ട്രോക്ക് കേസസ് ആയിട്ടോ, പിന്നെ MS പേഷ്യൻ്റ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, പിന്നെ അതേപോലെ MND മോട്ടോർ നെർവസ് ഡിസോർഡർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസസ്, പാർക്കിൻസൺസ് വന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ അവിടെ വരാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു 23 വർഷം ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു ലേഡി വിത്തിൻ 1 മന്ത് എണീറ്റ് പോയതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് ഫലപ്രദമാവണമെന്നില്ല. ഇപ്പോൾ മസ്കുലർ ഡിസ്ട്രോഫി അങ്ങനെയൊക്കെയുള്ള കേസസൊക്കെ നമുക്ക്, മസ്കുലർ അട്രോഫിയൊക്കെ വരുമ്പം നമുക്കത് കുറച്ച് ടൈം എടുക്കുന്ന കേസാണ്. അപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻസിനും അല്ലാത്തവർക്കും ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അനങ്ങാണ്ടിരിക്കുന്നതാണല്ലോ, എക്സസൈസ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ ന്യൂറോ സ്റ്റിമുലേഷൻ ഒരു പരിധിവരെ അവരുടെ മോട്ടോർ നെർവസ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആക്കാൻ പറ്റും. മീൻസ് നമുക്ക് കൈകൾ കാലുകളൊക്കെ അനക്കാൻ സാധ്യമാവുന്ന രൂപത്തിലാക്കാൻ പറ്റും. പിന്നെ പല ആൾക്കാർക്കും സംസാരശേഷി ഇല്ലാണ്ടാവുക, സ്പീച്ച് ഇല്ലാണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം.